പലർക്കും സർജറി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ തിമിരം വലിയ മുറിവുണ്ടാക്കുന്നു, തിമിരം പുറത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്കൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മൂമ്മ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയ കട്ടി കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും അമ്മൂമ്മയെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെ അതെ ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഈ മുറിവിൻ്റെ സൈസ് ഉള്ളത് കൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും, സ്റ്റിച്ച് വേണ്ടി വരും, പിന്നീട് സ്റ്റിച്ച് എടുക്കണം. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ടാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നത്. മിക്ക ആൾക്കാരും അല്ല, പലർക്കും ഹാർട്ടിന് അസുഖം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നമുക്ക് അവരുടെ സിസ്റ്റമിക് കണ്ടീഷൻ സ്റ്റേബിൾ ആവുന്ന സമയത്ത് നമുക്ക് സർജറി ചെയ്യാവുന്നതാണ്, അതിന് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാർ ചിലർ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഗുളികകൾ, സ്ട്രോക്ക് ഉള്ള ചില പേഷ്യൻസ്, അങ്ങനെ നമ്മൾ കുറച്ച് പേഷ്യൻറ്റ് കണ്ടിട്ടുണ്ട്. ന്യൂറോളജിസ്റ്റ് പറയും കർശനമായിട്ട് ഈ ബ്ലഡ് തിന്നേഴ്സ് നമ്മൾ നിർത്താനേ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഡ്രോപ്സ് ഒഴിച്ച് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ ബ്ലീഡിങ്ങിന് കണ്ണ് നമ്പാക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ ബ്ലീഡിങ്ങിന് റിസ്ക് ഉള്ളത്. അവരിങ്ങനെ ഈ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വെക്കുന്ന ലെൻസിനെ പറ്റിയൊക്കെ കുറേ ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ലെൻസുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വെക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ കമ്പ്യൂട്ടർ വർക്കിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ആൾക്കാർ ആരുമില്ലല്ലോ, മൊബൈൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ആൾക്കാരില്ല. അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ലെൻസ് പറയണം. പല യങ്സ്റ്റേഴ്സും കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ പ്രൊഫഷനും എല്ലാം ഇന്റർമീഡിയറ്റ് വിഷനിലായിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനോട് വളരെ ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. യങ്സ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല, അതെ 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 അമ്മൂമ്മമാരൊന്നും മോശമല്ല, അമ്മൂമ്മമാരൊക്കെ യൂട്യൂബിലും ഒക്കെ വളരെ ഉപയോഗിക്കുന്നുണ്ട്. ഹലോ, ഞാൻ ഡോക്ടർ സായി കുമാർ. ഹായ്, ഞാൻ ഡോക്ടർ സന്ധ്യ. ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മി. ഡോക്ടർ സായി, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തിരക്കായിരുന്നല്ലോ, ഒത്തിരി സർജറീസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു 30 സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും എല്ലാ പേഷ്യൻസും ബാൻഡേജ് അഴിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞാണോ അപ്പോൾ ഡോക്ടർ സായി ഇങ്ങോട്ട് ഷൂട്ടിങ്ങിനായിട്ട് പോകുന്നത്? അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് നമുക്കിന്ന് തിമിരത്തിനെ കുറിച്ച് തന്നെ നമുക്കിന്ന് സംസാരിക്കാം. തിമിരം എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കണ്ണിനകത്തേക്ക് പ്രകാശരശ്മികൾ കടന്നു പോകുന്നത് പ്രധാനമായിട്ടും 2 അവയവങ്ങളിലൂടെയാണ് അത് കേന്ദ്രീകരിക്കുന്നത്. മുൻവശത്തുള്ള കൃഷ്ണമണി അഥവാ കോർണിയ, അതിന് തൊട്ട് പുറകിൽ നമ്മുടെ നോർമൽ ഹ്യൂമൻ ലെൻസ്, അതുവഴിയാണ് പ്രകാശരശ്മികൾ കടന്നു പോകുന്നത്. ഈ നോർമൽ ഹ്യൂമൻ ലെൻസ് അറിയാമല്ലോ, നമ്മളത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ക്ലിയർ ആയിട്ട് കാണാനായിട്ട് അത് സുതാര്യമായിരിക്കണം. ആ സുതാര്യത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളതിനെ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും തിമിരം പ്രായാധിക്യം കൊണ്ട് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. വേറെ ചില കാരണങ്ങളുണ്ട്, പക്ഷേ കൂടുതലും ഏജിങ്ങിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. തിമിരത്തിനെ പറ്റി പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത്, അതിന് ഫലവത്തായിട്ടുള്ള മരുന്നുകളില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പല അസുഖങ്ങൾക്കും നമുക്ക് മരുന്നും മറ്റ് ചികിത്സാ രീതികളൊക്കെ ഉണ്ടെങ്കിലും തിമിരത്തിന് ശസ്ത്രക്രിയ തന്നെയാണ് പ്രധാനമായിട്ടും ചികിത്സാ രീതിയായിട്ടുള്ളത്. കുറേ പേഷ്യൻസ് ഇപ്പോൾ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ തിമിരത്തിന് മരുന്നുണ്ടോ, മരുന്നൊഴിച്ചാൽ പോകുമോ? പലർക്കും സർജറി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, തിമിരത്തിന് വേറെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, മരുന്നോ അല്ലെ കണ്ണടയോ വെച്ചാൽ ഇത് ശരിയാകുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഫലവത്തായിട്ടുള്ള ചികിത്സ ഇതുവരെയുള്ളത് ശസ്ത്രക്രിയയാണ്. അപ്പോൾ ശസ്ത്രക്രിയ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പുരാതന കാലം തൊട്ട് തന്നെ ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാലും ആധുനിക തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിനകത്ത്, എനിക്ക് തോന്നുന്നു മേ ബി ഒരു 70 വർഷത്തിനകത്തെ ചരിത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ തിമിരം വലിയ മുറിവുണ്ടാക്കുന്നു, തിമിരം പുറത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് കട്ടി കണ്ണട വെക്കേണ്ടി വരുന്നു. വലിയ മുറിവായതുകൊണ്ട് ചിലപ്പോൾ മുറിവുകൾ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ ആദ്യം നമ്മൾ കടന്നുപോയി. പിന്നീടാണ് നമ്മൾ കണ്ണിനകത്ത് നിക്ഷേപിക്കുന്ന IOL അല്ലെങ്കിൽ ഇൻട്രാഓക്കുലർ ലെൻസ്
നമ്മൾ ശാസ്ത്രത്തിലൂടെ അത് നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മൂമ്മ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയ കട്ടി കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും അമ്മൂമ്മയെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെ അതെ ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലഘട്ടത്തിലുള്ള അത് കണ്ടിട്ടുണ്ട്. അതെ ഇപ്പോൾ ഈ ഇൻട്രോക്കുലർ ലെൻസ് ഒക്കെ മിക്കവാറും എല്ലാവർക്കും നമ്മൾ ഇടുന്നുണ്ട്. പുതിയ കട്ടി ജനറേഷനിലെ കണ്ണാടി ആൾക്കാർ കട്ടി കണ്ണാടി കണ്ടിട്ടേ ഇല്ല. കണ്ടേ കാണത്തില്ല. അതെ. അപ്പോൾ ആ ഒരു സമയത്തിൽ നിന്നും നമ്മളിപ്പോൾ മാറി. പിന്നെ ഇൻട്രോക്കുലർ ലെൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നു. പിന്നീട് തിമിര ശസ്ത്രക്രിയയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഈ മുറിവിൻ്റെ സൈസായിരുന്നു. അപ്പോൾ ഈ മുറിവിൻ്റെ സൈസ് ഉള്ളത് കൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും, സ്റ്റിച്ച് വേണ്ടി വരും, പിന്നീട് സ്റ്റിച്ച് എടുക്കണം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ടാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നത്. കീ ഹോൾ സർജറി നമുക്ക് ശരീരത്തിൽ തന്നെ ഇപ്പോൾ അറിയാം, പല സ്ഥലത്തും ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ വളരെ ചെറിയ ദ്വാരത്തിൽ കൂടെ ചെയ്യുന്ന ശസ്ത്രക്രിയയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കണ്ണിലും താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 100% കേസുകൾ നമ്മൾ കീ ഹോൾ ശസ്ത്രക്രിയയിലൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കീ ഹോൾ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അത് വളരെ ചെറിയ ഒരു മുറിവിലൂടെയാണ് നമ്മൾ ഈ തിമിരം നീക്കം ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന് ഈ കീ ഹോൾ കാറ്ററാക്ട് സർജറി എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് എനർജിയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമണിയിൽ നമ്മളൊരു വളരെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ അൾട്രാസൗണ്ട് എനർജി വെച്ചിട്ട് തിമിരം പൊടിച്ചെടുത്ത് അത് നമ്മളിങ്ങനെ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ അതെ അതെ അതാണ് ഫേക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വന്നപ്പോഴത്തേക്ക് നമുക്ക് വലിയ ലെൻസുകൾ, അതായത് റിജിഡ് ലെൻസുകൾ നമുക്ക് കണ്ണിനുള്ളിലേക്ക് വെക്കാൻ സാധിക്കുകയില്ല. ബിക്കോസ് അത് ഈ ചെറിയ സുഷിരത്തിൽ കൂടി കടന്നു പോവുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡബിൾ, അതായത് ചുരുട്ടി വെക്കുന്ന അഥവാ മടങ്ങുന്ന ലെൻസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഫോൾഡബിൾ ലെൻസുകൾ നമ്മൾ മടക്കിയിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ അത് നമ്മൾ ജന്മസിദ്ധമായ ലെൻസ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അത് തുറന്നിട്ട് അത് ആ ജന്മസിദ്ധമായ സ്ഥലത്ത് അത് ഇരിക്കുന്നു. അപ്പോൾ ഈ ലെൻസുകൾ, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ലെൻസുകൾ നമ്മുടെ ജന്മസിദ്ധമായ ലെൻസുകളെ പോലെ തന്നെ പ്രകാശരശ്മികളെ നമ്മളുടെ കണ്ണിൻ്റെ നേത്രപടലമായ ആ റെറ്റിനയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഈ നമ്മളെല്ലാവരും ഇപ്പോൾ ഫോൾഡബിൾ ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതലും സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ അതെ അതെ 100% നമ്മളെല്ലാവരും ഫോൾഡബിൾ ലെൻസുകളും അതിനായിട്ട് വളരെ നൂതനമായിട്ടുള്ള ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഇപ്പം ഉണ്ടല്ലോ. നേരത്തെയൊക്കെ നമ്മൾ ലെൻസ് എടുത്ത് ലോഡ് ചെയ്ത് മടക്കിയൊക്കെ വെക്കണമായിരുന്നു. ഇപ്പോൾ പ്രീ ലോഡഡ് ആയിട്ട് നമുക്ക് ലെൻസസ് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ്റെ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അതിപ്പോൾ എനിക്കൊന്ന് നമ്മളെല്ലാവരും അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റിച്ചുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. പേഷ്യൻസിനും വളരെ സൗകര്യമാണ്. കാരണം വളരെ ചെറിയ മുറിവായതുകൊണ്ട് അത് വേഗം തന്നെ ഉണങ്ങുന്നു. അവർക്ക് വേഗം തന്നെ ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ എല്ലാ പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടറെ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പേഷ്യൻസിനോട് പറയാൻ തുടങ്ങി. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഓക്കെ നിങ്ങൾക്ക് പോകാം, പ്രോബ്ലം ഇല്ല. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന രോഗികളാണ്. അതെ അതെ, സർജറി ചെയ്യുക, ഒരാഴ്ചയുടെ ലീവ് എടുത്തിട്ട് 2 കണ്ണും ചെയ്യണം, അത് കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് പുതിയ ചോദ്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതുകൊണ്ട് സാധ്യമായിട്ടുണ്ട്. പിന്നെ പേഷ്യൻസിന് റെസ്റ്റ് പീരീഡിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു വലിയ നേട്ടം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇപ്പം കാർഡിയക്ക് പ്രോബ്ലംസ് ഉണ്ട്. പലർക്കും കാർഡിയോളജിസ്റ്റുകൾ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് തിന്നിങ് മരുന്നുകൾ, അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ, അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കാനുള്ള കൊടുക്കുന്ന മരുന്നുകൾ അവർക്ക് നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ചെറിയ ഹോൾ കൂടിയുള്ള ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ആകുമ്പോൾ നമുക്ക് ഡ്രോപ്സ് ഒഴിച്ചിട്ട് സർജറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ വലിയ മുറിവുകളാണെങ്കിൽ നമുക്കറിയാം എന്തായാലും വേദന എടുക്കും, നമുക്കത് പറ്റില്ല. അപ്പോൾ ഇത് കാരണം വളരെ ചെറിയ മുറിവിൽ കൂടെ തന്നെ നമുക്ക് സർജറി അല്ലെങ്കിലും ബ്ലീഡിങ്ങിന്റെ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കീ ഹോൾ എന്ന് പറയുന്നത് കൃഷ്ണമണിയുടെയും കണ്ണിൻ്റെ ബ്ലാക്കും വൈറ്റും ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ട്, ലിംബസ് എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഈ 2 മില്ലിമീറ്റർ സൈസുള്ള മുറിവ് ഉണ്ടാക്കുന്നത്. അധികം ബ്ലഡ് വെസൽസ് ഇല്ല, കൃഷ്ണമണിക്കും അധികം ബ്ലഡ് വെസൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലീഡിങ്ങിന് ചാൻസ് വളരെ കുറവുള്ളൊരു ശസ്ത്രക്രിയയാണ്. പക്ഷെ നേരത്തെയൊക്കെ നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ് നിർത്തുമായിരുന്നു അല്ലേ? അതെ, പണ്ട് ഇഞ്ചക്ഷൻ വെക്കുന്നത് അതിന്റെ ആവശ്യകത വരുന്നത് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കണ്ണിനുള്ളിൽ ധരിപ്പിക്കാനായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ആ സൂചി പോകുന്ന എവിടെയെങ്കിലും ബ്ലീഡിങ് വന്നാൽ നമുക്കത് അവർ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വന്നതോടുകൂടി നമുക്ക് ആ ഒരു ഭയം നമുക്ക് ഒഴിവാക്കി എല്ലാ പേഷ്യൻസിനും നമുക്ക് അത് നിർത്താതെ തന്നെ വേണമെങ്കിൽ നമുക്ക് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും, ഇഞ്ചക്ഷൻ ഇല്ലാതെ. നമുക്ക് പിന്നെ ഇതിനകത്തൊരു നൂതനമായിട്ടൊരു കാര്യമാണ് ലേസർ അസിസ്റ്റഡ് ആയിട്ടുള്ള കാറ്ററാക്ട് സർജറി, കേൾച്ചി സർജറി വന്നിട്ടുണ്ട്.
അപ്പം എന്താ ഡോക്ടർ ഫെംറ്റോസെക്കൻഡ് ലേസർ എന്നാണ് പറയുന്നത്. അതെ 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 നമ്മുടെ ഏറ്റവും കൂടുതൽ ലേസർ ചെയ്യുന്നത് ഡോക്ടർ ലക്ഷ്മിയാണ്. എനിക്ക് തോന്നുന്നു ലേസർ റൂമിൽ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ആള് ലക്ഷ്മിയാണ്. അതെ അതെ, അതെ അതെ, അതെ. അതെ. അപ്പോ ഈ നമ്മളുടെ ഫേക്കോ ഇമൾസിഫിക്കേഷൻ തന്നെ ഒരു വളരെ നൂതനമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും വലിയ സൊഫിസ്റ്റിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേക്കോ ഇമൾസിഫിക്കേഷൻ അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അപ്പം ഫേക്കോ ഇമൾസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രൊസീജിയർ തന്നെ നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ കൃഷ്ണമണിയിൽ മുറിവുണ്ടാക്കുന്നത്. പക്ഷേ ഈ ഫെംറ്റോസെക്കൻഡ് അഥവാ ഈ ലേസർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയയിൽ നമ്മൾ നൈഫ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആ ഇൻസിഷൻസ് എല്ലാം നമ്മൾ ലേസർ ഉപയോഗിച്ച്, അപ്പോൾ ലേസർ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യതയായിട്ട് ആ ഇൻസിഷൻസ് നമുക്ക് വരും. പ്രിസിഷൻ വളരെ കൂടുതലാണ്. പ്രിസിഷൻ വളരെ ക്ലിയർ ആയിരിക്കും. ഇത് മാത്രമല്ല, ഇൻസിഷൻസ് മാത്രമല്ല, നമ്മുടെ കണ്ണിൻ്റെ അകത്തുണ്ടാക്കുന്ന ഒരു ക്യാപ്സ്യൂളിൽ വരുന്ന ഒരു സുഷിരവും കട്ടിയുള്ള ലെൻസുകളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഈ ലേസർ ഉപയോഗിച്ച് നമുക്ക് ചെറിയ പീസസ് ആക്കി മാറ്റുകയും ചെയ്യാം. കണ്ണിനകത്ത് വെച്ച് തന്നെ ചെറിയ പീസസ് ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആ സർജറി, അതായത് സർജിക്കൽ ടൈം നമുക്ക് കുറയ്ക്കാനും പറ്റും. ആൻഡ് ദെൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി കട്ടിയുള്ള തിമിരമൊക്കെ നമുക്ക് വളരെ ലാഘവത്തിൽ കൃഷ്ണമണിയിൽ വലിയ ഡാമേജ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ. ഇതിനകത്ത് ലക്ഷ്മി എനിക്ക് തോന്നുന്നു എൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫേക്കോ എനർജി, അൾട്രാസൗണ്ട് എനർജി ഉപയോഗിച്ചാൽ മതി. ബിക്കോസ് നമുക്ക് വളരെ കട്ട് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് ഇതിനകത്ത് ലേസർ വെച്ച് കട്ട് ചെയ്ത് കിട്ടുന്ന കാരണം നമുക്ക് വേണ്ട അധികം അതെ അതെ അൾട്രാസൗണ്ട് എനർജി ഉപയോഗിച്ചാൽ ലക്ഷ്മി പറഞ്ഞത് ഈ കൃഷ്ണമണിയിലുള്ള ഇമ്പാക്ട് വളരെ കുറവാണ്. ഈ ഇൻസിഷൻസ് ഒക്കെ വളരെ പ്രിസൈസ് ആയതുകൊണ്ട് ഹീലിംഗ് ടൈമും നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് സർജറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ റിക്കവറി വിഷൻ വൈസ് ആണെങ്കിലും പേഷ്യൻസ് പെട്ടെന്ന് തന്നെ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകുന്നതായിട്ട് കാണാറുണ്ട്. ഈ ക്യാപ്സ്യൂളിലുള്ള ഓപ്പണിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ കൈകൊണ്ട് ചെയ്യുന്ന ആ ഒരു ഓപ്പണിംഗ് ഇപ്പോൾ ലേസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുതിയ തരം ലെൻസുകളാണല്ലോ, ലെൻസിനെ പറ്റി നമുക്ക് ഇനിയും സംസാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ലെൻസ് ആ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രേഷൻ, ആ ലെൻസ് അവിടെ തന്നെ വർഷങ്ങളോളം ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പണിങ്ങിൽ ഈ ലെൻസിൻ്റെ സെൻട്രേഷൻ വളരെ കൂടുതലായിട്ട് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മൾ ഈ മൾട്ടിഫോക്കൽ ലെൻസുകളൊക്കെ വരുമ്പോൾ അതിന് ഈ സെൻട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലെൻസുകളെല്ലാം വെക്കാനായിട്ട് അത് നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ആൻഡ് പേഷ്യന്റ് റിട്ടേൺ ബാക്ക് ടു വർക്ക്, അല്ലെങ്കിൽ ഇതും നമുക്ക് ഓൾറെഡി ഫേക്കോ എമൾസിഫിക്കേഷനിൽ വളരെ ഷോർട്ട് ആണ്, അതിനേക്കാളും നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ സാധിക്കും ഫെംറ്റോസെക്കൻഡ് ലേസറിൽ. അല്ല, ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ലേസർ കാറ്ററാക്ട് സർജറിയിൽ സർജറി മുഴുവനും ലേസർ അല്ല ചെയ്യുന്നത്. നമ്മള് ഒരു കുറച്ച് സ്റ്റെപ്സ് മാത്രമാണ്. കണ്ണിന്റെ അകത്തുനിന്ന് ആ ലെൻസ് എടുക്കുന്നതും കണ്ണിന്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുന്നതും സർജൻ തന്നെയാണ്. ഫൈനലി നമ്മൾ അൾട്രാസൗണ്ട് വെച്ചാണ് ആ തിമിരം പൊടിച്ചു മാറ്റുന്നത്. പക്ഷെ അതിനെ ലേസർ വെച്ച് ഹെൽപ്പ് ചെയ്യും, ബിക്കോസ് കട്ട് ചെയ്യുന്നു. നമ്മളതിന്റെ പേരും അങ്ങനെയാണല്ലോ പറയുന്നത്, ഫെംറ്റോ ലേസർ അസിസ്റ്റഡ് കാറ്ററാക്ട് സർജറി, ഫെംറ്റോസെക്കൻഡ് ലേസർ അസിസ്റ്റഡ് കാറ്ററാക്ട് സർജറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കും. വേറെ ചില അസുഖങ്ങളിൽ ലേസർ കൊണ്ട് മാത്രം ചികിത്സയുണ്ട്, ഇത് ലേസർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് വി ഹാവ് ടു കൺവേ ടു ദി ഓഡിയൻസ്. നമ്മൾ ഈ പേഷ്യൻസിന് ഒ പി വരുമ്പോൾ സർജറി അഡ്വൈസ് ചെയ്യുമ്പോൾ എല്ലാ പേഷ്യൻസിനും ഭയങ്കര സംശയമാണ്, സർജറിയുടെ അന്ന് എന്താ ചെയ്യേണ്ടത്. പിന്നെ വേറെ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ലേസർ സർജറി അഡ്വൈസ് ചെയ്യുമ്പോൾ ലേസർ അസിസ്റ്റഡ് സർജറി എന്ന് പറയുമ്പോൾ അതിന് എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ കെയർ വല്ലതും ചെയ്യണോ? എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. നമ്മൾ സർജറി അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 2-3 ദിവസം മുമ്പായിരിക്കുമല്ലോ നമ്മൾ ഇവരുടെ ഒരു പ്രീ ഓപ്പ് വർക്കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കണ്ണിൻ്റെ കുറച്ച് പരിശോധനകൾ, അതുപോലെ ശരീരത്തിൻ്റെ മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ള പരിശോധന, അത് രണ്ടും ആണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. കണ്ണിൻ്റെ പരിശോധനകളിൽ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് കണ്ണിൻ്റെ എ സ്കാൻ ബയോമെട്രി എന്ന് പറഞ്ഞ പരിശോധനയാണ്. ഇപ്പോൾ നമുക്കറിയാം കണ്ണിനകത്ത് നമ്മൾ നിക്ഷേപിക്കുന്ന ലെൻസിൻ്റെ പവർ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ, ഇല്ലേ? ചിലർക്ക് നേരത്തെ ഷോർട്ട് സൈറ്റ് ഉള്ളവരുണ്ടാവാം, ലോങ് സൈറ്റ് ഉള്ളവരുണ്ടാവാം, ചിലർക്ക് കൃഷ്ണമണിയുടെ ആക്സിസിൽ കുറച്ച് പവർ അധികമായിട്ട് നമ്മൾ സിലിണ്ടറിക്കൽ കണ്ണടകൾ ഉപയോഗിക്കുന്ന ആസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവാം. അപ്പോൾ ആ കണ്ണിനകത്ത് നിക്ഷേപിക്കേണ്ട ഏറ്റവും കൃത്യമായിട്ടുള്ള ലെൻസിൻ്റെ പവർ നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്.
അത് ഉപയോഗിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ണാടി വെക്കുന്ന ആൾക്കാരുടെ കണ്ണാടി പോലും സർജറിക്ക് ശേഷം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം ഒ പി വന്നിട്ട് പുള്ളി ലൈഫ് ലോങ് ഷോർട്ട് സൈറ്റിന് ഗ്ലാസ് വെച്ച ആളാണ്. അപ്പം ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നമുക്ക് പുള്ളിക്ക് കണ്ണാടി അവോയ്ഡ് ചെയ്യാൻ പറ്റിയപ്പോൾ പുള്ളിക്ക് കണ്ടൊരു സന്തോഷം. പ്രത്യേകിച്ച് ഈ ഷോർട്ട് സൈറ്റ് ഉള്ളവരുണ്ടല്ലോ, അവര് മുതലേ കണ്ണട അതെ വളരെ കുട്ടിക്കാലം മുതലേ കണ്ണട വെച്ചിട്ട് കാറ്ററാക്ട് കഴിയുമ്പോൾ കാഴ്ചയും തെളിഞ്ഞു, കണ്ണടയും ഒഴിവായി. അപ്പോൾ അവര് പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെൻസിന്റെ പവർ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ ആ കാൽക്കുലേഷൻ ബയോമെട്രി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ണിൻ്റെ ഞരമ്പ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ പേഷ്യൻസിനെയും കണ്ണിൽ മരുന്നൊഴിച്ച് ഡയലേറ്റ് ചെയ്ത് കണ്ണിൻ്റെ റെറ്റിന വളരെ വിശദമായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ആ നോക്കുന്നതിൽ ചില പേഷ്യൻസിൽ നമുക്ക് കണ്ണിൻ്റെ സെൻട്രൽ പോർഷൻ ഉണ്ട്, മാക്യുല എന്ന് പറഞ്ഞത്, അവിടെയാണല്ലോ നമ്മൾ ഈ പ്രകാശരശ്മികൾ ചെന്ന് വീഴുന്നത്. അപ്പോൾ ആ മാക്യുലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു സംശയം നമുക്ക് പരിശോധനയിൽ തോന്നിയാൽ നമ്മൾ OCT അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കൊഹിറൻസ് ടോമോഗ്രാഫി അത് നമ്മൾ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ചെറിയ അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മളൊരു പേഷ്യൻറ്റിനെ കണ്ടിരുന്നു, നോക്കിയപ്പോൾ ഏതാണ്ട് നോർമലായിരുന്നു, പക്ഷേ നമ്മൾ OCT ചെയ്തപ്പോൾ ഒരു ചെറിയൊരു എപ്പിറെറ്റിനൽ മെംബ്രെയിൻ, ഒരു ചെറിയ പാട പോലെ കണ്ടിരുന്നു. പക്ഷെ അത് നമുക്ക് രണ്ട് തരത്തിൽ പ്രയോജനമാണ്. ഒന്ന്, നമുക്ക് പേഷ്യൻസിനോട് സർജറിക്ക് ശേഷം അവർ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, എത്ര വിഷ്വൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ചില ലീഷൻസ്, ചില അസുഖങ്ങൾ നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റിൽ ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. ചിലതിന് ചെയ്യേണ്ടത്. അതെ, ചിലതിന് പക്ഷെ നമ്മൾ ഡ്യൂറിങ് സർജറിയും അല്ലേ, നമ്മൾ മരുന്നിന്റെ ഇഞ്ചക്ഷൻ, കണ്ണിനകത്ത് VEGF എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്ത്, ഇപ്പോൾ ഡയബറ്റീസ് കാരണം കണ്ണിൽ ഞരമ്പിൽ കുറച്ച് സ്വെല്ലിംഗ് ഉണ്ട്, അതിൻ്റെ കൂടെ കാര്യമായിട്ട് തിമിരവും ഉണ്ടെങ്കിൽ നമുക്ക് തിമിരത്തിന്റെ ശസ്ത്രക്രിയയുടെ കൂടെ തന്നെ ഈ VEGF ഇഞ്ചക്ഷൻ പ്ലാൻ ചെയ്യാനും വളരെ പ്രയോജനമാണ്, വളരെ ഇമ്പോർട്ടന്റ്. പേഷ്യൻസിന്റെ വിഷ്വൽ റിക്കവറി ഒന്ന് ഗസ് ചെയ്യാനും. അതെ. പിന്നെ ഉള്ളത് നമ്മൾ ശരീരത്തിന്റെ അസുഖങ്ങൾ, ഡയബറ്റീസ്. പലരും വിചാരിക്കും ഡയബറ്റീസ് അല്ല എന്തെങ്കിലും അസുഖമുള്ള ആൾക്കൊക്കെ നമുക്ക് സർജറി ചെയ്യാനേ സാധിക്കില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അപ്പം ഷുഗറുള്ള ആൾക്കാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷുഗർ കൺട്രോളിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ സാഹിബ് പറഞ്ഞ പോലെ നമ്മൾ ഞരമ്പ് നോക്കണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. ബിക്കോസ് അവർക്ക് ഞരമ്പിൻ്റെ സെൻട്രൽ പാർട്ടിൽ നിർദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ട് ചിലപ്പം സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കൂടി, ഇഞ്ചക്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും അല്ല, പലർക്കും ഹാർട്ടിന് അസുഖം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നമുക്ക് അവരുടെ സിസ്റ്റമിക് കണ്ടീഷൻ സ്റ്റേബിൾ ആവുന്ന സമയത്ത് നമുക്ക് സർജറി ചെയ്യാവുന്നതാണ്, അതിന് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാർ ചിലർ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഗുളികകളും ഒക്കെ വളരെ കോമൺ ആണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും കോമൺ ആയിട്ട് പല ഡോക്ടർമാരും ഇതുപോലെ ഹാർട്ടിന്റെ അസുഖം വരാതിരിക്കാൻ പ്രിക്കോഷൻ ഉള്ള രീതി വരെ ഇപ്പോൾ ആസ്പിരിൻ, ചെറിയ ഡോസിൽ ആസ്പിരിൻ, അതുപോലെ ക്ലോപ്പിഡോഗ്രിൽ, അതുപോലത്തെ മരുന്നുകളുള്ള ഒത്തിരി രോഗികൾ. ഈ മെഡിക്കേറ്റഡ് സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ബ്ലഡ് തിന്നേഴ്സ് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രോക്ക് ഉള്ള ചില പേഷ്യൻസ്, അങ്ങനെ നമ്മൾ കുറച്ച് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ന്യൂറോളജിസ്റ്റ് പറയും കർശനമായിട്ട് ഈ ബ്ലഡ് തിന്നേഴ്സ് നമ്മൾ നിർത്താനേ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഡ്രോപ്സ് ഒഴിച്ച് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ ബ്ലീഡിങ്ങിന്, കണ്ണ് നമ്പാക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ ബ്ലീഡിങ്ങിന് റിസ്ക് ഉള്ളത്. അപ്പോൾ ആക്ച്വൽ കാറ്ററാക്ട് സർജറിയുടെ സമയത്ത് നമുക്ക് വലിയ ബ്ലീഡിങ് റിസ്ക് ഇല്ല. അപ്പം ഡ്രോപ്സ് ഒഴിച്ച് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡ്രോപ്സ് ഒഴിച്ച് ചെയ്യുന്ന, അതായത് ടോപ്പിക്കൽ അനസ്തേഷ്യ ചെയ്യുന്ന സർജറിയും ഒട്ടും തന്നെ നമ്മളെല്ലാം ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് ആരും പെയിനോ ഒന്നും തന്നെ പറയാറില്ല അതിനകത്ത്. പിന്നെ വേറൊരു വിഭാഗം ആൾക്കാരാണ് ഈ ഡയാലിസിസ് ഉള്ള ആൾക്കാർ. അവരും വരുമ്പോൾ വളരെ സിക്കാണെന്ന് തോന്നിയാലും നമുക്ക് അവരെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരുടെ യൂറിയ, ക്രിയേറ്റിൻ അതൊക്കെ ഒരുമാതിരി സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഡയാലിസിസ് ചെയ്യുന്നവരിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് ഡേ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അവരുടെ ഒരു ജനറൽ ഹെൽത്തും അവരുടെ എനർജി ലെവലും എല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ അവരുടെ ഷെഡ്യൂളുമായിട്ട് അധികം അവരുടെ ഷെഡ്യൂൾ ഡയാലിസിസ് തെറ്റിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട്. അതായത് പല സിസ്റ്റമിക് ഡിസീസ് ഇതുപോലെ ഷുഗർ, പ്രഷർ, ഹാർട്ടിന്റെ അസുഖങ്ങൾ, ക്യാൻസർ, കിഡ്നിയുടെ അസുഖങ്ങൾ, എല്ലാവർക്കും കാറ്ററാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ശരീരത്തിന്റെ അസുഖം തിമിര ശസ്ത്രക്രിയ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമല്ല എന്നുള്ള ഐ തിങ്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. സർജറി എല്ലാം ഡേ കെയർ ആയതുകൊണ്ട് അവർക്കും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനും സാധിക്കും.
ചെയ്യുകയും അതെ അവരുടെ റൊട്ടീൻ എല്ലാം ചെയ്യാനും സാധിക്കുന്നു. അതെ അതെ അതെ. ഈ പറഞ്ഞ പോലെ സർജറി ദിവസം പേഷ്യൻ്റ് വരുമ്പോഴേക്കും നമുക്ക് അവർ റെഡി ആയിട്ടാണ് വരുന്നത്. നമ്മൾ പ്രീ ഓപ്പ് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടായിരിക്കും അവർ വരുന്നത്. വരുന്ന ദിവസം രാവിലെ നമ്മൾ IP ഇല്ല, അതായത് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ലൈക്ക് നമ്മൾ കണ്ണ് ഡയലേറ്റ് ചെയ്യാനുള്ള Dilating ഡ്രോപ്സ് നമ്മൾ drops. ഇടും, കൺസെൻ്റ് എടുക്കും, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറുണ്ട് പേഷ്യൻ്റെ. അതൊന്നും ആ ഒരു റെഡിയാക്കി കഴിയുമ്പോഴാണ് പിന്നെ നമ്മളത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പേഷ്യന്റിനെ അയക്കുന്നത്. തിയേറ്റർ ടൈം വളരെ കുറവാണ്, നമ്മളൊരു 10 or 15 മിനിറ്റ്സേ എടുക്കാറുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തെങ്കിലും പെയിനോ അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് ചോദിക്കും. നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ, അതായത് കാറ്ററാക്ട് സർജറി ഒരു 100% എല്ലാം ഡേ കെയർ 100% ഡേ കെയർ പ്രൊസീജിയറാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് അല്ലെ കുറച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, വർഷങ്ങളായിട്ട് നമ്മൾ നാളായിട്ട് ഡേ കെയർ പ്രൊസീജിയറായിട്ട് എല്ലാ തന്നെയാണ്. പേഷ്യൻസിനെയും അന്ന് തന്നെ വീട്ടിൽ വിടുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട് ഈ കൂടെ വരുന്നവർക്കൊക്കെ. ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. നമ്മൾ ഈ പണ്ടത്തെ പോലല്ലേ, എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പൊ കൂടെ വരാനും നിൽക്കാനും ഒക്കെ വളരെ അസൗകര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഷോർട്ടൺ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബൈസ്റ്റാൻഡേഴ്സ് ആണ് ഇപ്പൊ VIPs. അതെ 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 അതെ. ഇപ്പൊ ലാസ്റ്റ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സാറേ രാവിലെ ആണെങ്കിൽ ഡോക്ടറെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പോകാൻ അതെ പറ്റുമോ, അതെ, ഒന്ന് അത്രയ്ക്ക് രാവിലെ ആക്കി തരുമോ, അങ്ങനെ വരെ ആൾക്കാർ ഇപ്പൊ ടൈം ഷെഡ്യൂൾ. നമ്മൾ എടുക്കുന്ന സർജിക്കൽ ടൈം വളരെ കുറവായത് കാരണം നമുക്ക് അന്ന് തന്നെ വിടാനും പറ്റുന്നുണ്ട്. ആൻഡ് ദെൻ എല്ലാം ഫേക്കോ എമൾസിഫിക്കേഷൻ, അത് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ആയത് കാരണം വളരെ പെട്ടെന്ന് ഹീലിംഗും ആയത് കാരണം എല്ലാവരെയും വിടാനും പറ്റുന്നുണ്ട്. നമ്മൾ ആക്ച്വലി പോസ്റ്റ് ഓപ്പ് പീരീഡിലും അങ്ങനെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇപ്പൊ ആരോടും അങ്ങനെ പറയാറില്ല. വീട്ടിനകത്തൊക്കെ മൂവ് ചെയ്യുക, ആഹാരത്തിന് പഥ്യമൊന്നുമില്ല, വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ പുതിയ കീ ഹോൾ സർജറിയിൽ കാറ്ററാക്ട് സർജറി ശേഷമുള്ള റിക്കവറി പീരീഡ് വളരെ സ്മൂത്താണ്, വളരെ ഫാസ്റ്റാണ്. ഹോസ്പിറ്റൽ അഡ്മിഷൻ ഇല്ല. പേഷ്യന്റ് സംസാരിക്കുമ്പോൾ ഇത്രയും പ്രായമായ ആൾക്കാരൊക്കെ യോഗയൊക്കെ ചെയ്യുന്നു തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. കുറെ ആൾക്കാർ അതെ 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 ആൾക്കാർക്കൊക്കെ ജിമ്മിൽ പോകണം, എന്ന് ജിമ്മിൽ പോകണം, എല്ലാവരും സ്വിമ്മിങ്. കറക്റ്റ്. എത്ര പേർക്ക് എന്ന് പൂളിലേക്ക് ഇറങ്ങാം എന്ന് വരെ ഒത്തിരി പേര് ചോദിക്കുന്നു. നാളെ മുതൽ യോഗ ചെയ്യാൻ പറ്റുമോ, ജിമ്മിൽ പോകാൻ എന്ന് പറ്റും ഒക്കെ. ആക്ച്വലി അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ എന്നോട്ട് സാധിക്കും, വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രായമായ ആൾക്കാർ ഇത്ര ആക്റ്റീവ് ആണോ എന്ന് നമ്മൾ നമുക്ക് ഈ ഒരു കീ ഹോൾ സർജറി എന്നുള്ള മെത്തേഡിലൂടെ, പ്രത്യേകിച്ച് ലേസറും കൂടി ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലൂടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് നമുക്ക് ധൈര്യമായിട്ട് പേഷ്യൻറ്റിനോട് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ നോർമൽ ആക്ടിവിറ്റീസ്, അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ. നമ്മൾ പ്രത്യേകിച്ച് ടാബ്ലറ്റോ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ആകെ അല്ല, ആന്റിബയോട്ടിക് ടാബ്ലറ്റ് ഇല്ലല്ലോ. നമുക്ക് ചില പേഷ്യൻസ് ചോദിക്കും ഓപ്പറേഷന് ആന്റിബയോട്ടിക് തരണ്ടേ ഇല്ലേ? നമ്മൾ ശരീരത്തിലൊക്കെ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് IV ആയിട്ടും ഓറലായിട്ടും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിന് തുള്ളി മരുന്നുകൾ മാത്രം മതി മിക്കവാറും എല്ലാ കേസുകളിലും. വളരെ റെയർ ആയിട്ട് ചിലർക്ക് എന്തെങ്കിലും വേണ്ടി വരാം. പക്ഷേ എനിക്ക് തോന്നുന്നു 99% കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഐ ഡ്രോപ്സ് മാത്രം ഓപ്പറേഷന് മുമ്പും ശേഷവും കൊണ്ട് തന്നെ നമുക്ക് ഈ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാനും നല്ല കാഴ്ച റിക്കവറി പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കും. ഡോക്ടർ സാർ, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നേ, ഗൾഫിൽ നിന്നാണ് തോന്നുന്നു വന്നത്. അവരിങ്ങനെ ഈ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വെക്കുന്ന ലെൻസിനെ പറ്റിയൊക്കെ കുറേ ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് ഇപ്പം കുറേ ടൈപ്പ് ഓഫ് ലെൻസുകളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വെക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ കമ്പ്യൂട്ടർ വർക്കിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ആൾക്കാർ അതെ ആരുമില്ലല്ലോ, മൊബൈൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ആൾക്കാരില്ലല്ലോ. നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ലെൻസ് പറയണം. അങ്ങനെ ഡോക്ടർ സായിക്ക് ആ ഒരു ലെൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഈ അറിയാമല്ലോ, നമുക്ക് മോണോഫോക്കൽ, മൾട്ടിഫോക്കൽ അഥവാ ട്രൈഫോക്കൽ, പിന്നെ ഈഡ് ഓഫ് ലെൻസസ്, അങ്ങനെ അതാണല്ലോ നമ്മുടെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൾഡബിൾ ലെൻസസിൻ്റെ ആദ്യകാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുന്ന എല്ലാം മോണോഫോക്കൽ ലെൻസുകളാണ്. മോണോഫോക്കൽ ലെൻസിൽ അന്ന് നമുക്ക് അസ്റ്റിഗ്മാറ്റിസം കറക്ഷനൊന്നും അധികം ഇല്ലായിരുന്നു. സോ നമ്മൾ മോണോഫോക്കൽ ലെൻസ് ഇടുന്നു. അതിനുശേഷം കുറച്ച് വരുന്ന പവർ നമ്മൾ കണ്ണടയിൽ കറക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡിസ്റ്റൻസിന് സ്ഫെറിക്കൽ പവർ യൂഷ്വലി വരാറില്ല. നമ്മൾ ബയോമെട്രി കറക്റ്റ് ആണെങ്കിൽ സ്ഫെറിക്കൽ പവർ അങ്ങനെ കാണാറില്ല. പക്ഷേ അസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. റീഡിങ്ങിന് എന്തായാലും ഗ്ലാസ്സസ് വെക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൊഫഷൻ അനുസരിച്ച് അല്ലേ, ഐ തിങ്ക് വി ഹാവ് ടു ടൈലർ ദി ലെൻസ് അക്കോർഡിംഗ് ടു ദ പ്രൊഫഷൻ. കാരണം ഇപ്പോൾ
ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പൊക്കെ ഈ ഇന്റർമീഡിയറ്റ് വിഷൻ എന്ന് പറഞ്ഞൊരു ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ പക്ഷെ അതിനാണ് പല യങ്സ്റ്റേഴ്സും കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ പ്രൊഫഷനും എല്ലാം ഇന്റർമീഡിയറ്റ് വിഷനിലായിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനോട് വളരെ ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. യങ്സ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല, ഇപ്പം എല്ലാവരും ലാപ്ടോപ്പും ആക്ച്വലി നമ്മളൊക്കെയാണ് അത് ഉപയോഗിക്കാറ്. അതെ 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 അതെ, അമ്മമാരൊന്നും മോശമല്ല, അമ്മമാരൊക്കെ യൂട്യൂബിലും ഒക്കെ വളരെ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് എഡോഫ് ലെൻസസ് ആയിരിക്കും, എക്സ്റ്റൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസസ്. അപ്പൊ അതിന്റെ ഇവല്യൂഷൻ നമ്മൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബൈഫോക്കൽ അങ്ങനത്തെ ലെൻസുകളായിരുന്നു. അപ്പൊ അതിനകത്ത് പോലും ആ കാലത്ത് പോലും ഈ ഇന്റർമീഡിയറ്റ് വിഷൻ എന്നുള്ള കൺസെപ്റ്റ് അത്ര ഇതായിട്ടില്ല. അപ്പം അന്ന് ഡിസ്റ്റൻസിനൊരു പവർ, റീഡിങ്ങിനൊരു പവർ, അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഇന്റർമീഡിയറ്റ് വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിഫോക്കൽ, അതിൻ്റെ കൂടെ ട്രൈഫോക്കൽ, 3 ഡിസ്റ്റൻസിനും ഫോക്കസ് കിട്ടുന്നത്. പക്ഷേ ഡോക്ടർ ലക്ഷ്മി നേരത്തെ ചോദിച്ചു ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അതിൽ നമ്മൾ മൾട്ടിഫോക്കൽ ലെൻസ് ഇടുമ്പോൾ നൈറ്റ് ഡ്രൈവിങ്ങിന് ചില പേഷ്യൻസിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പറയണം. പക്ഷേ എങ്കിലും പണ്ടത്തെ നമ്മുടെ ബൈഫോക്കൽ ലെൻസുകൾക്കൊക്കെ ഭയങ്കര ഗ്ലെയറും ഫോട്ടോഫോണ്. ഇപ്പൊ പക്ഷെ അതൊന്നും മാർക്കറ്റിലില്ല. ഇപ്പോൾ ഉള്ള ട്രൈഫോക്കൽ ലെൻസുകളൊക്കെ വളരെ ലൈറ്റ് ട്രാൻസ്മിഷൻ കൂടുതലായതുകൊണ്ട് അത് ഈ ഗ്ലെയർ ഒക്കെ ഇങ്ങനത്തെ വളരെ വളരെ കുറവാണ് പഴയ ലെൻസുകൾ. എന്നാലും നമ്മൾ ഒന്ന് വാൺ ചെയ്യാൻ പറ്റില്ല പേഷ്യൻസ്. സന്ധ്യ, ഈ ട്രൈഫോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസും പിന്നെ ഇന്റർമീഡിയറ്റ് വിഷനും നമ്മൾ പേഷ്യൻസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റന്റ് വിഷൻ, ഇന്റർമീഡിയറ്റ് വിഷൻ, നിയർ വിഷൻ, അത് മൂന്നും ക്ലിയർ ആയിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഡിസ്റ്റന്റ് വിഷനും കിട്ടും. പിന്നെ ഇന്റർമീഡിയറ്റ്, അതായത് ഈ കമ്പ്യൂട്ടർ, നമ്മളിപ്പോൾ എല്ലാവരും ടെക് സാവി ആൾക്കാരായതുകൊണ്ട് എല്ലാവരും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഐപാഡ് ഇതിലെല്ലാം ആണല്ലോ. ടെക് സാവി ആവണമെന്നില്ല, എല്ലാവരും. അതെ അതെ അതെ. അപ്പം അത് ഇന്റർമീഡിയറ്റും ഇത് ക്ലിയർ നല്ല വിഷൻ കൊടുക്കും. അതോടൊപ്പം തന്നെ വായിക്കാനും എഴുതാനുമുള്ള നിയർ വിഷനും ക്ലിയർ ആയിരിക്കും. ഇതിന് ഏറ്റവും കൂടുതലൊരു ആവശ്യകത ഞാൻ ഒ പിയിലുള്ള പേഷ്യൻസ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഈ കുറച്ച് നമ്മൾ ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലതായിരിക്കും. അതായത് ഒരുപാട് ഡ്രൈവിംഗ് ആണെന്നും ഇല്ലാത്ത ആൾക്കാർക്ക്. അതോടൊപ്പം തന്നെ ഇപ്പം ചില ഈ ബൈസ്റ്റാൻഡേഴ്സ്, അതായത് മക്കൾ വരെ പറയണ്ട, അച്ഛനും അമ്മയും എല്ലായിടത്തും കൊണ്ടുപോയിട്ടോ സാർ ഡോക്ടറെ കണ്ണാടി മറന്നു വെക്കുവാണ്, ഒരു 4 കണ്ണാടിയുണ്ട്, എവിടെ വെക്കുന്നതെന്ന് അറിഞ്ഞിട്ട് എന്നാലും കണ്ണാടി തപ്പി നടക്കുമെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പം അല്ലേ ഡോക്ടർ, അല്ല കണ്ണടയുടെ ഏജിങ്ങിന്റെ നമ്മൾ റിയാലിറ്റീസ് ആണ് നമ്മൾ കണ്ണട എവിടെ വെക്കുന്നു മറക്കുന്നു. അതുപോലെ തന്നെ ഈ പാർക്കിൻസോണിസം പോലത്തെ അസുഖങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഈ കണ്ണട എടുത്ത് വെക്കാനും അങ്ങനത്തെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ, കയ്യിൽ ട്രെമേഴ്സ് ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിലേറ്റീവ്ലി സെഡൻറ്ററി, അങ്ങനെ തീരെ അങ്ങനെ ഇതല്ല, കുറെയൊക്കെ ഒരു വളരെയധികം ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മൾട്ടിഫോക്കല് വളരെ നല്ലൊരു ചോയ്സ് ആയിട്ടാണ്. കുറച്ച് മാസ്റ്റർ സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത്. ഈ മെമ്മറി ലോസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ തുടക്കത്തിൽ, അതായത് അവർക്ക് വായിക്കാൻ വേണം, എല്ലാം വേണം, പക്ഷേ കണ്ണാടി എവിടെ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ടൈമും ഇവൻ അവരുടെ വീട്ടിലെ ആൾക്കാരുടെ ടൈമും ഭയങ്കരമായിട്ട് ഇത് സേവ് ചെയ്യും. ഞാൻ നോക്കിയിട്ടൊരു വളരെ ഒരു ഇൻഡിക്കേഷൻ ഉള്ള ഒരു കാര്യമാണ്. അതുമല്ല, അവരുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കണ്ണട ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് ചെയ്യാനും പറ്റുന്നു. ഒരു പേഷ്യന്റ് ആവശ്യകത ഇത് തന്നെയായിരുന്നു. രാത്രിയിൽ മക്കളൊക്കെ പുറത്താണ്, ഫോൺ വരുമ്പോൾ തപ്പുമ്പോൾ കണ്ണാടി ഇല്ലാതെ അവർക്ക് ആരുടെ നമ്പറാണെന്നൊന്ന് കാണാൻ വേണം. അപ്പൊ ഇതൊക്കെ ശരിക്കും പേഷ്യൻസിന്റെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആവശ്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ഈ ലെൻസ് എനിക്ക് തോന്നുന്നു വളരെ നല്ലതായിരിക്കും. അതാണ് നമ്മുടെ ടെക്നോളജി, നമ്മൾ ഇതനുസരിച്ച് നമ്മൾ ആ ടെക്നോളജി നമ്മുടെ പേഷ്യൻസിന് വേണ്ടി ടൈലർ ചെയ്യണം. ഏതൊരു രോഗിക്കാണ് ഏതൊരു ലെൻസ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. പേഷ്യന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണം. അവരോട് നമ്മൾ ഏതിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് പറയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതെ അതെ, നമ്മളൊരു ഒരു പുതിയൊരു കാറ്റഗറി ലെൻസ് വന്നിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് ഈ മൾട്ടിഫോക്കൽ ലെൻസിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ആൾക്കാർക്ക് അത് വലിയ കുഴപ്പമില്ലാത്ത ലെൻസ്. എന്നാലും ഈ പറഞ്ഞ പോലെ നൈറ്റ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് രാത്രി വണ്ടി ഓടിക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് ഗ്ലെയർ ആയിരിക്കും അവർക്ക് കാറ്ററാക്ട് കൊണ്ട് തന്നെ പ്രശ്നം. അത് അവർക്ക് മൾട്ടിഫോക്കൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ പ്രശ്നം അങ്ങനെ തന്നെ നിലനിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് മൾട്ടിഫോക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലെൻസ് മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യമേ ഇടുന്നതിന് മുമ്പ് പേഷ്യന്റുമായിട്ട് സംസാരിച്ച് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞ്, അപ്പൊ അങ്ങനെയുള്ള ആശങ്കയുള്ള പേഷ്യൻസിന് നമുക്കും തോന്നുന്നു ഇവര് മൾട്ടിഫോക്കലിന് അത്ര സൂട്ടബിൾ അല്ല എന്നുള്ള പേഷ്യൻസിന്
ഐ ഈ തിങ്ക് EDOF will be ഒരു നല്ല ഒരു ചോയ്സ് വളരെ ആയിരിക്കും. വളരെ നല്ല എക്സ്റ്റെൻഡഡ് ചോയ്സ്. ഡെപ്ത് ഓഫ് ഫോക്കസ് എന്നാണ് ഈ Extended depth of focus ചില lenses ആൾക്കാർക്ക് ആണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് കണ്ണാടിയേ വേണ്ട, അതുകൊണ്ട് മൾട്ടിഫോക്കൽ ലെൻസ് വേണം എന്ന് പറഞ്ഞു വരും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. നമ്മളൊരു 90 to 95% ആൾക്കാർക്കേ കണ്ണാടി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ലെൻസുകൾ ഇടാനായിട്ട്. അതായത് ഡോണ്ട് ടെൽ ദം ദാറ്റ് യു ക്യാൻ ത്രോ അവേ യുവർ ലെൻസ്. അങ്ങനെ ഒരു ആശയം നമ്മൾ കൊടുക്കാൻ പാടില്ല. മാക്സിമം സെറ്റകൾ ഡിപ്പെൻഡൻസ് കന്നഡയിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. കുറയ്ക്കുക. മാക്സിമം കാര്യങ്ങൾ നമുക്ക് കന്നഡ ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ്. നമ്മൾ ഈ പുതിയ ജനറേഷൻ EDOF ലെൻസുകൾ നമ്മൾ പേഷ്യൻറ്റിനോട് പറയുന്നുണ്ട്, ചിലപ്പോൾ ചെറിയ അക്ഷരത്തിന് കന്നഡ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം രോഗികൾ രണ്ട് കണ്ണിലും EDOF ഇട്ടവർ നല്ലൊരു ശതമാനം രോഗികളും ഏതാണ്ട് സ്പെക്ടക്കിൾ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോഡ്കാസ്റ്റിൽ നമ്മൾ അങ്ങനെ പേരൊന്നും പറയാൻ പാടില്ല. പക്ഷേ അവരെല്ലാം വളരെ ഹാപ്പിയാണ്. കന്നഡ അവരെയൊക്കെ നമ്മൾ പബ്ലിക്കില് TV-യിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കന്നഡ വെച്ച് കണ്ടിട്ടേ ഇല്ലല്ലോ ഇവരെയൊക്കെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഈ ലെൻസ് ഇടുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ച ആസ്റ്റിഗ്മാറ്റിക് കറക്ഷൻ, അതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം നമ്മൾ വെറുതെ വിഷൻ മാത്രമല്ലല്ലോ, നമുക്ക് ആ ഷാർപ്നെസ് ഓഫ് വിഷനും നമുക്ക് വേണമല്ലോ. അപ്പോൾ ഈ അല്ല, ഒരു അൺഹാപ്പി നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടും ഇച്ചിരി അൺഹാപ്പിനെസ് അല്ലെങ്കിൽ ചെറിയൊരു ക്വാളിറ്റി ഓഫ് വിഷൻ പേഷ്യന് കുറവുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കേസുകളിലും റെസിഡുവൽ ആസ്റ്റിഗ്മാറ്റിസം, സിലിണ്ടറിക്കൽ പവർ കുറച്ച് മിച്ചം വരുന്നത് കൊണ്ടാണ് അവർക്ക് ആ ക്വാളിറ്റി കിട്ടാറുള്ളത്. ലെൻസിന്റെ മെഷർമെന്റ് എടുത്ത് നമ്മൾ ബയോമെട്രി ചെയ്യുമ്പോൾ നമ്മൾ അത് നല്ലോണം ശ്രദ്ധിച്ച് ആ ആസ്പെക്റ്റും കൂടെ നമ്മുടെ മനസ്സിൽ. അതിനാണ് നമ്മുടെ ടോറിക് ലെൻസസ്. അപ്പോൾ ഈ കൃഷ്ണമണിയിലെ കർവേച്ചറിലെ ചെറിയ വേരിയേഷൻ വരുമ്പോഴല്ലേ നമുക്ക് ഈ ആസ്റ്റിഗ്മാറ്റിസം വരുന്നത്. അപ്പോൾ ആസ്റ്റിഗ്മാറ്റിസം നേരത്തെ തന്നെ പേഷ്യൻ്റ് ഉണ്ടായിരിക്കാം, ഗ്ലാസ്സിൽ അത് ഇൻകോപ്പറേറ്റഡ് ആയിരിക്കാം, നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ പ്രീയോപ്പ്, അതായത് നേരത്തെ കാറ്ററാക്ട് ആയിട്ട് വരുമ്പോൾ തന്നെ ഗ്ലാസിന്റെ പവർ നോക്കുമ്പോൾ ഇച്ചിരി ഒരു ആസ്റ്റിഗ്മാറ്റിസം കാണുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ പ്ലാൻ. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു കൃത്യത, നേരത്തെ പറഞ്ഞ ബയോമെട്രി നമ്മൾ പറഞ്ഞല്ലോ, സ്കാൻ ബയോമെട്രി, അതിൽ ഈ ആസ്റ്റിഗ്മാറ്റിസം നമ്മൾ ഈ കന്നഡ പവറിൽ പോലും ചിലപ്പോൾ ഇല്ലാത്ത ചെറിയ പവേഴ്സ് നമുക്ക് ഇതിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ശരിക്കും ടെക്നോളജി അഡ്വാൻസ്ഡ്, നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഒരുപാട് നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. അതിന് നമ്മൾ ഈ ബയോമെട്രിയിൽ തന്നെ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ കാറ്ററാക്ട് സർജറി ചെയ്തു തുടങ്ങുമ്പോൾ അൾട്രാസൗണ്ട് ബയോമീറ്റേഴ്സിലാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്ന് ഇപ്പോൾ ഓപ്റ്റിക്കൽ കൊഹിറൻസ് ബയോമെട്രി, ഏറ്റവും പുതിയ ബയോമെട്രി, അതിനകത്തൊക്കെ അക്യുറസി, ഈ ആക്സിസ് നമ്മൾ ഏത് ആക്സിസിൽ ടോറിക് ലെൻസ് വെക്കണം, എത്ര പവറിന്റെ ടോറിക് ലെൻസ് വെക്കണം, അതെല്ലാം ഇപ്പോൾ നമുക്ക് വളരെ പ്രെഡിക്റ്റബിൾ അല്ല, പ്രിന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കത് ലെൻസ് ഇന്ന പവറിൽ ഇന്ന ആക്സിസിൽ വെക്കണം എന്നറിയാൻ പറ്റും. പക്ഷെ ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ സാധാരണ മോണോഫോക്കൽ ലെൻസസ് ആയാലും മൾട്ടിഫോക്കൽ ലെൻസസ് ആയാലും EDOF ലെൻസസ് ആയാലും അതിലും കൂടി നമുക്ക് ടോറിക്ക് കറക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഒരുപാട് ലെൻസസ് ലഭ്യമാണ്. അതിൽ നിന്ന് നമ്മുടെ പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ലെൻസ് നമ്മൾ പേഷ്യൻസുമായിട്ട് സംസാരിച്ചിട്ട് യൂസ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ ലെൻസ് ഒത്തിരി ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വില കൂടിയ ലെൻസാണ് എല്ലാവർക്കും, അങ്ങനെ ഒരു ആശയമല്ല. ആ രോഗിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലെൻസാണ്. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് ചെയർ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിരക്കുള്ള OP-ൽ ചിലപ്പോൾ അധികം ചെയർ ടൈം കൊടുക്കാൻ ചിലപ്പോൾ ഒന്നും പറ്റാറില്ല. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ലെൻസ് ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആശയം എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ രോഗിയോടും, അത് നമ്മളുടെ ഒരു കടമയാണ്. അത് ആസ് കാറ്ററാക്ട് സർജൻസ് നമ്മളത് അതിനുള്ള സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അതെ, അത് നമ്മൾ പേഷ്യന്റ്, അതെല്ലാ ഇതിലും അങ്ങനെയാണല്ലോ. അവരുടെ താല്പര്യം അനുസരിച്ച്